ഹായ്, ഐ എം ഡോക്ടർ നിമ്മി ടോക്കിംഗ് ഫ്രം പ്രിസൈസ് സ്പെഷ്യാലിറ്റി ഐ കെയർ ട്രിവാൻഡ്രം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ണുകളിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് അഥവാ ഡ്രൈ ഐ ഡിസീസിനെ പറ്റിയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണ് ഡ്രൈ ആവാം? നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സ്ക്രീനിന്റെ അളവ് കൂടുമ്പോൾ, നമ്മളുടെ കുട്ടികളിൽ പ്രത്യേകിച്ചും സ്ക്രീൻ ടൈം കൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഡ്രൈനെസ് ഭയങ്കരമായി കൂടാം. അലർജിക് ഐ ഡിസീസ് ഉള്ള ആൾക്കാരിൽ, കോൺടാക്ട് ലെൻസ് യൂസേഴ്സ്, പ്രത്യേകിച്ചും സർജറി പോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പോസ്റ്റ് ലാസിക് ഡ്രൈനെസ് അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ടാവാം. നമ്മുടെ കണ്ണുകളിലേക്ക് ബാധിക്കുന്ന ശാരീരിക അസുഖങ്ങൾ, ചില സിസ്റ്റമിക് അസുഖങ്ങളുടെ ഭാഗമായി നമ്മുടെ കണ്ണ് ഡ്രൈ ആവാം. എന്തൊക്കെയാണ് ഡ്രൈ ഐ ഡിസീസിന്റെ സിംറ്റംസ്? നമ്മളുടെ കണ്ണുകളിൽ ഒരു എരിച്ചിൽ അനുഭവപ്പെടുക, എന്തോ തട്ടുന്നത് പോലെ തോന്നുക, ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ, കണ്ണുകളിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ, റിഫ്ലക്സ് ആയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഒരുപാട് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ ഒരു പക്ഷേ ഡ്രൈനെസിന്റെ സിംറ്റംസ് ആവാം. ഡ്രൈ ഐന്റെ സിംറ്റംസ് കുറയ്ക്കാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? സ്ക്രീൻ ടൈം കൂടുതൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉള്ള ഒരാളാണെങ്കിൽ റെഗുലർ ഇന്റർവെൽസിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ണ് അടച്ചു തുറക്കുന്നത് കണ്ണുകൾക്ക് ഒരു എക്സസൈസുമാണ്. കണ്ണിന്റെ ടിയർ ഫിലിമിനെ റെഗുലറൈസ് ചെയ്യാനും അത് സഹായിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ ലൂബ്രിക്കേഷൻ പോലെ കണ്ണുകളിൽ മരുന്നൊഴിക്കാവുന്നതാണ്. അലർജിക് ഐ ഡിസീസിനെ കറക്റ്റ് ആയി ട്രീറ്റ് ചെയ്യുക. കോൺടാക്ട് ലെൻസ് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുക. അതിന്റെ കൂടെ നിർബന്ധമായും ലൂബ്രിക്കൻ ഡ്രോപ്സ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ശാരീരിക അസുഖങ്ങൾ, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റെഗുലറായിട്ട് ട്രീറ്റ്മെന്റിലൂടെ കൺട്രോൾ ചെയ്യുകയും കൂടെ തന്നെ കണ്ണുകളിൽ ഡ്രോപ്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടികളിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്.